ഹായ് കൂട്ടുകാരെ, എൻ്റെ ഞായറാഴ്ച ഇവിടെ ആരംഭിക്കുകയാണ്. ഞാനിന്ന് എക്സർസൈസിനൊന്നും പോയില്ല. നല്ല മഴയാണ് കാരണം. തലേദിവസം കൂട്ടിവെച്ച അപ്പത്തിൻ്റെ മാവ് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ചു. ഇനിയൊരു കറി ഉണ്ടാക്കണം. ഗ്രീൻ പീസ് കറി. തക്കാളിയും പച്ചമുളകും മല്ലിയിലയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അവിടെ. ഗ്രീൻ പീസ് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് വിസിലടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. 3 വിസിലാണേ. നല്ല പോലെ വേവണം. ഇനി നാളികേരവും വലിയ മുളകും കറുവേപ്പിലയും മല്ലിയും കുരുമുളകും കുറച്ച് ചെറിയ ജീരകവും ചേർത്ത് വറുത്തരയ്ക്കണം. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഇതിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ട്. തേങ്ങയും കൂട്ടുകാരെയും ഒക്കെ വറുത്ത് ഒരു പ്ലേറ്റിലാക്കി മാറ്റി വെച്ചു. ഗരം മസാല അടക്കമുള്ള ഈ സാധനങ്ങളെയൊക്കെ ചീനച്ചട്ടിയിലിട്ട് നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തു. നല്ലപോലെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നല്ല മണമായിരിക്കും. ഇതൊരു നാടൻ കറിയാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കാം. നല്ല രുചിയുമാണ്. അപ്പോൾ വേവിച്ച് വെച്ച പച്ചക്കടലേനെ ഞാൻ പച്ചക്കടല എന്നാണ് പറയുക. അതിനിതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നല്ല പോലെ ഇളക്കി കൊടുത്തു. ഉപ്പൊക്കെ പാകമാണോ നോക്കി ഇതിലേക്ക് വറുത്തരച്ച നാളികേരത്തിനെ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നാളികേരത്തിനെ ഒഴിച്ചു കൊടുത്തു. മല്ലിയില ഇതിന് മസ്റ്റാണ്. മല്ലിയില ഇല്ലെങ്കിൽ ഈ ഒരു രുചി കിട്ടുകയില്ല. മല്ലിയിലയാണ് ഇതിൻ്റെ മണവും രുചിയും. അപ്പോൾ ഉപ്പൊക്കെ പാകവും നോക്കി ഒന്നും കൂടെ ഇനി ഇതിനെ അപ്പത്തിന് വിളമ്പാനായി ഒരു പാത്രത്തിലേക്ക് മാറ്റി അവിടെ വെച്ചു. ഈ കറി വൈകുന്നേരത്തേക്ക് നമുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ 2 അപ്പം വൈകുന്നേരം ചുട്ട് കഴിക്കാം. കേടുവരുമൊന്നുമില്ല. ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചാലും കുറേ നാൾ ഇരിക്കും, കുറേ നേരം ഇരിക്കും. അപ്പം ഞാൻ ഓരോന്നായി ചുട്ടെടുക്കുകയാണ്. ചുട്ടെടുത്ത് കഴിഞ്ഞു. അവരവിടെ ഇരുന്ന് കഴിക്കട്ടെ. അപ്പം ഞാൻ തൊടിയിലേക്ക് ഇറങ്ങി ഒരു പച്ചത്തുള്ളനെ കണ്ടു, 2 വയലറ്റ് പേരക്ക കണ്ടു. തന്നെ അറുത്ത് തിന്നണം ഉച്ചയ്ക്ക് ശേഷം. മഴയൊന്ന് തോരട്ടെ. ഞാൻ തൊടിയൊക്കെ ഒന്ന് കറങ്ങി വരാമെന്ന് കരുതി. കുറേ ദിവസമായി തൊടിയിൽ പോയിട്ട്. അപ്പോൾ കാടൊക്കെ വെട്ടി തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കുറേ തൊടിയുണ്ട്. ആ കാണുന്നത് ഞങ്ങൾ ആദ്യം താമസിച്ച വീടാണ്. അപ്പോൾ റോഡിൻ്റെ സൈഡിലേക്ക് വരാൻ വേണ്ടിയാണ് ഇപ്പോഴത്തെ വീട് വെച്ചത്. ഇതാ ഒരു പൈനാപ്പിൾ മൂത്ത് പഴുത്ത് ചരിഞ്ഞ് കിടപ്പുണ്ട്. എന്നെ പറിച്ചോ എന്ന് പറഞ്ഞ് നല്ല നീളമുള്ള അതിൻ്റെ മുകൾ ഭാഗം അത് കുഴിച്ചിടണം. നല്ല രുചിയാണ് ഇവന്. നല്ല മധുരമാണ്. നല്ല നാടൻ പൈനാപ്പിൾ കുറേ കിട്ടാറുണ്ട് എനിക്ക്. അപ്പം ഞാൻ അങ്ങനെ താഴത്തെ വീടിൻ്റെ അരികത്തൂടെ പാടത്തേക്ക് പോവുകയാണ്. താഴത്തെ വീട് ഇപ്പോൾ പെയിൻറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് ആർക്കെങ്കിലും താമസിക്കാൻ കൊടുക്കണം. തൊടിയിലൊക്കെ വാഴയും തെങ്ങും ഒക്കെ കുരുമുളകും ഒക്കെ ഇങ്ങനെ നനഞ്ഞ് വിറച്ച് നിൽക്കുകയാണ്. കുരുമുളകൊക്കെ നല്ലപോലെ പടർന്നു കയറിയിട്ടുണ്ട്. നിറച്ചും കൊടിയിടുകയാണ്. മഴക്കാലമാണ് കുരുമുളകിൻ്റെ പ്രജനന കാലം. അപ്പോൾ ഇതാ കൊടിയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. വീടിൻ്റെ പണി ഇനിയും കുറച്ചുകൂടെ കഴിയാനുണ്ട്. വീടും സുന്ദരിയായി അവിടെ നിൽപ്പുണ്ട്. ഈ വേപ്പ്, ഈ കയ്പം വേപ്പ് ഞാൻ പല്ലശ്ശനയിൽ നിന്നും കൊണ്ടുവന്ന് നട്ടതാണ്. ചക്കയൊക്കെ ഓരോന്നൊക്കെ ഉണ്ട്. അത് ഞാൻ ഒന്ന് നോക്കി. എൻ്റെ കുട്ടികളൊക്കെ ഓടിക്കളിച്ച മുറ്റമാണിത്. അവിടെയൊക്കെ നിന്ന് ഓർമ്മകളായി ഇറക്കി. അത് കഴിഞ്ഞ് താഴേക്ക് പോവുകയാണ്. അവിടെയാണ് വലിയ കുളം. അപ്പോൾ കവുങ്ങുകളൊക്കെ വേഗം വളർന്നിരിക്കുന്നു. എത്ര പെട്ടെന്നാണ് അവർ വളർന്നത്. ഇതൊക്കെ അവരുടെ അമ്മയും അച്ഛനുമാണ്. അവരങ്ങനെ താഴെ നിന്ന് അങ്ങനെ വളരാൻ തുടങ്ങുകയാണ്. ഇതാ വലിയൊരു അമ്മക്കവുങ്ങ് വീണ് കിടപ്പുണ്ട് വഴി മുടക്കിക്കൊണ്ട്. ഞാനങ്ങനെ ആ ചെമ്പരത്തി വേലിയൊക്കെ കടന്ന്, ഇതൊക്കെ നാടൻ ചെമ്പരത്തി നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലാണ് പ്രകൃതി സുന്ദരമായ ഞങ്ങളുടെ കുളം. ഈ കുളത്തിൽ നിറച്ച് കണ്ണൻ മീനുകളുണ്ട്. ഈ കുളത്തിൽ കുറേ കാലം ഞാൻ നീന്തി കുളിച്ചിട്ടുണ്ട്. വളരെ കാലം. ഇപ്പോൾ മുകളിൽ വീട് വെച്ചത് കാരണം താഴത്തെ കുളത്തിലേക്ക് കുളിക്കാൻ വരാറില്ല. ഇതൊക്കെ അകലെ അകലെ നീലാകാശം എന്ന പാട്ട് പാടാൻ തോന്നുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ചകൾ. അങ്ങനെ ഞാൻ പാടത്തു നിന്നും വലിയമ്മയുടെ വീട്ടിലേക്ക്. കർക്കിടകത്തിൽ ശീവോദിക്ക് 4 മണിപ്പൂവ് ചൂടുന്ന എൻ്റെ അമ്മയെ ഓർമ്മ വന്നു എനിക്ക്. വലിയമ്മയുടെ 4 മണിപ്പൂക്കളെ കണ്ടപ്പോൾ. വലിയമ്മ ഇടയ്ക്കൊക്കെ ഞാൻ കാണാൻ പോവാറുണ്ട്. വലിയമ്മയുടെ കാപ്പിക്കുരുവും കൃഷിയും ഒക്കെ കാണും. ഇത് വലിയമ്മയുടെ മോൻ്റെ വീട്ടിൽ ചേന നട്ടുപിടിപ്പിച്ചതും ചെറുപയർ പഴുത്തു നിൽക്കുന്നതുമാണ്. വെണ്ടയ്ക്കയും പയറും ഒക്കെ കായയായി നിൽക്കുന്നു. ഞാനിനി കുളത്തിൻ്റെ അതിയെ പോകാതെ
എൻ്റെ തൊടിയുടെ ഇപ്പുറത്ത് കൂടെ റോട്ടിലൂടെ മുകളിലേക്ക് കയറാമെന്ന് കരുതി എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു. അപ്പം ഞാൻ വേഗം പോവുകയാണ്. രാവിലെ തന്നെ ഇറങ്ങിയതാണ് തൊടിയിലേക്ക്. ഇപ്പോൾ അരമണിക്കൂറായി. ഞങ്ങൾ ആദ്യം താമസിച്ച ഞങ്ങളുടെ തറവാടിൻ്റെ മുന്നിലുള്ള തൊടിയാണത്. അവിടെ നല്ല കാടാണ്. കാടൊന്നും വെട്ടിത്തെളിച്ചിട്ടില്ല. വലിയ വലിയ വമ്പൻ മരങ്ങളുള്ള ഒരു തൊടി. ഇത് ഞങ്ങളുടെ തൊഴുത്തായിരുന്നു. നിറച്ച് പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. ഇപ്പോൾ പശുക്കളൊന്നുമില്ല. തൊഴുത്ത് അവിടെ വെറുതെ കിടപ്പുണ്ട്. ഇത് കോൺക്രീറ്റ് ചെയ്ത കുറച്ച് ദൂരം ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇവിടെ ഭീമൻ മട്ടിയുണ്ട്. അതിൻ്റെ വേരാണിത്. അത് തന്നെ ഒരു മരത്തിൻ്റെ വലിപ്പമാണ്. ഈ ഭീമൻ മട്ടിയെ പേടിക്കണം. അതിന് മറിഞ്ഞു വീഴാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. അങ്ങനെ ഞാൻ ഈ കോൺക്രീറ്റ് റോഡ് കയറി തൊട്ടിപ്പുറത്ത് ചെറിയച്ഛൻ്റെ വീടാണ്. ചെറിയച്ഛൻ്റെ മതിലാണത്. ഞാനങ്ങനെ അരുണോദയത്തിലെത്തി. ഇവിടെ കുട്ടേട്ടൻ എന്നെ കാത്തിരിപ്പുണ്ട്. അച്ഛനെ കാണാൻ വന്നതാണ്. ഒരു ചായ ഇട്ട് കൊടുക്കണം. മുതിര കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു. ഇന്ന് പാലക്കാടൻ കൊള്ളുപുളിയാണ് വെക്കുന്നത്. 1/2 ഗ്ലാസ് അളവിൽ മുതിര, വറുത്ത മുതിരേനെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. ചോറടുപ്പത്തും ഇട്ടു. ഇനി ഈ മുതിര കൊണ്ടൊരു മനോഹരമായ കൊള്ളുപുളി ഉണ്ടാക്കാം. മുതിരയെ കൊള്ളുപുളി, കൊള്ള് എന്നാണ് പാലക്കാട്ടുകാർ വിളിക്കാറ്. വല്ലപ്പോഴും ഞാനിത് വെക്കാറുണ്ട്. എൻ്റെ മോൾക്കാണിത് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതിനി ഒരു 2 മണിക്കൂർ വെള്ളത്തിൽ കിടക്കട്ടെ. ഇനി ഒരു കറി ഉണ്ടാക്കണം ചോറിന്. അച്ഛന് പൂളയാണ് ഇഷ്ടം, എൻ്റെ ഹസ്ബൻഡിനും. അപ്പം ഞാനതൊക്കെ ഒന്ന് വെട്ടിക്കഴുകി ഒരു സ്റ്റ്യൂ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. ഇറച്ചി മീനൊന്നും ഇപ്പോൾ പറ്റില്ല, കർക്കിടക മാസം ആയതുകൊണ്ട്. മുട്ട ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ പച്ചമുളക് ഇഞ്ചിയൊക്കെ കീറിയിട്ടിട്ടുണ്ട്. ഇതിലേക്ക് കഷ്ണങ്ങൾ കീറിയിട്ടുണ്ട്. 2 വലിയ കഷ്ണം, ഒന്ന് അച്ഛനും ഒന്ന് ഹസ്ബൻഡിനും പുഴുങ്ങിയെടുക്കാമെന്ന് കരുതി. ഇടനേരത്ത് കൊടുക്കാൻ ചായയ്ക്ക്. അപ്പം അങ്ങനെ ഞാൻ ഒപ്പം അതിൽ താഴെ ഇത്തിരി വെള്ളം, ആ കണക്കിലാണ് ഉപ്പിട്ട് വേവിക്കണത്. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. ആ 2 കഷ്ണങ്ങളെ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. 4 വിസിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എനിക്കും ഇഷ്ടമാണ് ഈ കറി. നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ് ഈ കറിക്ക്. ഇനി ഒരു 3/4 മുറി നാളികേരം ചിരവി പാലെടുക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഏറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ പാകത്തിന് വെള്ളമായിട്ടുണ്ട്. നല്ലപോലെ ഉടച്ച് കൊടുക്കണം. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി തേങ്ങ പിഴിഞ്ഞ പാൽ ചേർത്ത് കൊടുത്ത് വരട്ടിയെടുക്കാൻ പോവുകയാണ്. നല്ല സ്വാദുള്ള പൂള സ്റ്റ്യൂ, അതാണ് ഇന്ന് ചോറിന്. അച്ഛനും അത് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിനി ഇതിന് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ഗ്ലാസ് അളവിൽ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല രുചിയോടെ ചോറുണ്ണാമല്ലോ. കുറച്ച് താഴത്തോട്ട് പോയിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് ഇളക്കി മറിക്കുമ്പോൾ ശരിയാവും. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് സ്വാദുള്ള സ്റ്റ്യൂ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഒപ്പായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചോറിലേക്ക് ചൂടോടെ കഴിക്കണം. അപ്പോൾ സ്റ്റ്യൂ റെഡി. ഈ ഞായറാഴ്ച ദിവസം എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലും കൂടി ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വഴന ഇല കൊണ്ടുള്ള ഒരു ഇലയടയാണ്. അതെല്ലാവർക്കും ഇവിടെ ഇഷ്ടമാണ്. കൊള്ളുപ്പുളി അഥവാ മുതിരപ്പുളി വെക്കുന്നതിനായിട്ട് ഞാൻ കുക്കറിൽ മുതിര അരിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനി പാകത്തിന് വെള്ളവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക മുളക് പൊടി. ഇനി ഇതൊരു 6 വിസിൽ വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നീട് പുളിയാണ് ചേർക്കുന്നത്. കുറച്ച് പുളി വേണം ഇതിന്. കൊള്ളുപുളി എന്നല്ലേ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പുളി വേണം. അത് നിങ്ങളുടെ പുളിക്കനുസരിച്ച് ചേർക്കുക. ഇപ്പോൾ ഇത് വെന്ത് വന്നിട്ടുണ്ട്. 6 വിസിലടിച്ചിട്ടുണ്ട്. നല്ല കൊഴുത്ത പുളിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി വറുത്തിടണം. അപ്പോൾ പുളി ചേർത്ത് ഒന്നും കൂടി തിളപ്പിച്ചെടുത്തിട്ട് വേണം ഉള്ളി വറുത്തിടാൻ. അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. ചോറിൽ ഒഴിച്ച് കൂട്ടാൻ നല്ല രസമായിരിക്കും. ഇതിൻ്റെ ഒരു പുളി നമ്മുടെ നാവിന് നല്ലൊരു ചൊടി ഉണ്ടായിരിക്കും. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ തൂവി അതിൽ കടുകും ചതച്ച് വെച്ച ചെറിയ ഉള്ളിയും കറുവപ്പലയും ചേർത്ത്, ചിലർ ഇതിൽ വെളുത്തുള്ളി കൂടെ ചേർത്തു കേട്ടോ. ഞാനിവിടെ വെളുത്തുള്ളി ചേർത്തിയിട്ടില്ല. വെളുത്തുള്ളി എൻ്റെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കടുകും കറുവപ്പലയും ഇട്ടിട്ട് ഉള്ളി നല്ലപോലെ മൂത്ത ശേഷമാണ് കറിയിലേക്ക് വറുത്ത് കൂട്ടുന്നത്.
പുറത്ത് നല്ല മഴ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ എൻ്റെ ചോറും കറിയും കൂട്ടും ഒക്കെ ആയി. ഇനി കുറച്ച് പപ്പടം കൂടി കാച്ചിയെടുക്കണം. ഇതാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ വിഭവം. ഇനി വൈകുന്നേരം എന്തെങ്കിലും ഒരു ഉപ്പേരി കൂടി വയ്ക്കും. പിന്നെ മറ്റു പണികളൊക്കെ ഉണ്ട്. നാളെ മുതൽ സ്കൂൾ വീണ്ടും തുടങ്ങുകയല്ലേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പണികളുണ്ടായിരിക്കും. അപ്പം ഞാൻ അതിലേക്കൊക്കെ പോകട്ടെ. ഇപ്പോൾ ഉച്ചക്കലത്തെ ഭക്ഷണം റെഡിയായി. പകൽ ഞാൻ ഉറങ്ങാറില്ല. എൻ്റെ അലമാരിയിലെ സാരികളൊക്കെ ഒന്ന് തൂക്കി വെച്ചു. വിരിപ്പും പുതപ്പും ഒക്കെ ഒന്ന് മടക്കി വെച്ചു. ഭക്ഷണശേഷമുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനി ഈ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം. വൈകുന്നേരത്തെ ചായ, കടി, ഫുഡ് ഒക്കെ ഒന്ന് വീണ്ടും അടുക്കളയിലേക്ക് കയറണം. 10 മണിക്ക് ഞാൻ സുഖമായി ഉറങ്ങും. അപ്പോൾ എൻ്റെ വിശേഷങ്ങളുള്ള ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർ കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം.